എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാ നമ്മുടെ ചിക്കനാണെന്നൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ച ചിക്കൻ. 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി മാത്രം പുരട്ടി വെച്ചാണ്. എല്ലില്ലാത്ത തന്നെ വേണം. ഇതുകൊണ്ടൊരു ഡിഷാണ് ഉണ്ടാക്കുന്നത്. ഇതേമാതിരി ചെറിയ പീസായിട്ടുള്ള ഒരു ചിക്കൻ. എല്ല് പാടില്ല. നമ്മളൊന്ന് മിക്സിയിലൊക്കെ ഇട്ട് അടിക്കുകയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലില്ലാത്ത ചിക്കൻ 1/4 കിലോ ഉണ്ട്. 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇതിട്ടിട്ട് പാകത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പുരട്ടി വെച്ചതാണ്. ഇടുമ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണിച്ച് കുറേ വലിയ വീഡിയോ ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാമല്ലോ, പറഞ്ഞു തന്നാൽ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി മാത്രം ഇട്ടിട്ട് തിരുമ്പി വെച്ചാണ്. 1/4 കിലോ ചിക്കൻ ഉണ്ട്. ചിക്കൻ കൊണ്ട് എന്താ ഉണ്ടാക്കണമെന്നല്ലേ, ചിക്കൻ പൊടി ഉണ്ടാക്കണത്, ചിക്കൻ പൊടി. അപ്പോൾ അതിന് വേണ്ട കുറച്ച് ചതച്ച മുളകുണ്ട്. അത് നമുക്ക് എത്ര വേണമെന്ന് വെച്ചാൽ കൂട്ടും കുറച്ചൊക്കെ ചെയ്യാം. ഇതിൽ 1/4 കിലോ ഉള്ളിയുണ്ട്, വലിയ ഉള്ളിയാണ്. സവാള, ഒരു നമ്മുടെ നാരങ്ങയുണ്ട്. ചെറുതാക്കിയിട്ട് അരിയണം. ഇങ്ങനെ ചെറിയ പീസാ. വല്ലാണ്ട് വണ്ണം പാടില്ല. ഇത് വറുത്ത് കോരാനുള്ളതാണ്. ഈ വണ്ണത്തിൽ അരിഞ്ഞു വയ്ക്കണം. ഇതും ചിക്കനൊക്കെ നമുക്ക് വറുത്ത് കോരണം. 1/4 കിലോ ചിക്കന് 1/4 കിലോ ഉള്ളി വേണം. വലിയ ഉള്ളിയാണ്. അപ്പോൾ 1/4 കിലോ ഉള്ളി, നാരങ്ങ, മുളക് പൊടി, കുറച്ച് തേങ്ങ, പിന്നെ എണ്ണ, പിന്നെ കുറച്ച് കറുവേപ്പിൻ്റെ ഇല. കറുവേപ്പിൻ്റെ എന്തായാലും മസ്റ്റാണ്. കറുവേപ്പിൻ്റെ എന്തായാലും ഉറപ്പായിട്ട് വേണം. കറുവേപ്പിൻ്റെ ക്ലീൻ ചെയ്ത് വെച്ചോ. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ ചെയ്യണം, നമുക്ക് 2-3 സ്റ്റെപ്പ് ഉണ്ട്. നോക്കിയിട്ട് വരാം. ഉള്ളി ഇങ്ങനെ അരിഞ്ഞ് വെക്കണം. 1/4 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ 1/4 കിലോ തന്നെ ഉള്ളി വേണം. വലിയ സവാളയാണ്. ഒന്നും അധികം ഉണ്ടായാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് ലൈന് നോക്കിയിട്ട് വരാം. ചിക്കൻ പൊടി എടുത്ത് വെച്ചിട്ടും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. 1 ആഴ്ച 2 ആഴ്ച ഒക്കെ എടുത്ത് വയ്ക്കാം, ഒന്നും പ്രശ്നമില്ല. നമ്മൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഇല്ലേ, അതേ മോഡലിലുള്ള ഒന്നാണ്. ചമ്മന്തിപ്പൊടി പറയില്ലേ, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അങ്ങനെയൊക്കെ അതേ ഒരു മെത്തേഡാണിത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചിക്കൻ പൊടി ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം, ലൈന നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഓരോന്നോർത്താൽ തുടങ്ങാം. 2-3 സ്റ്റെപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ തുടങ്ങാം. എണ്ണ ചട്ടി വെച്ചിട്ടുണ്ടോ, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, എണ്ണ വെച്ചിട്ടുണ്ട്, 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം. എല്ലാം വറക്കണം. അരമുറി തേങ്ങയുടെ പകുതിയേ ഉള്ളൂ, കുറച്ചേ വേണ്ടുള്ളൂ. തോനെ വേണമെങ്കിൽ കുറച്ച് തോനെ കൂട്ടൊക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് കൂട്ടുള്ളൂ. അരമുറി തേങ്ങയുടെ പകുതി ഒന്ന് വറുത്ത് പോരാം. ആദ്യം ഇത് വറുത്ത് പോരാം. അപ്പോൾ നമ്മുടെ തേങ്ങ ഇങ്ങനെയായി. വെറും തേങ്ങ മാത്രം ഒരു 2 സ്പൂൺ, ചെറിയ സ്പൂൺ 2 സ്പൂൺ എണ്ണ വെച്ചിട്ട് വറുത്തതാണ്. ഇത്രേ വേണ്ടുള്ളൂ. നമുക്ക് ഇതെടുത്തിട്ട് മറ്റുള്ളതൊക്കെ ഓരോന്നോരോന്നാ വറുക്കാം. അപ്പോൾ എങ്ങനെയാണ് വറുക്കണമെന്ന്, മറ്റുള്ളതൊക്കെ എങ്ങനെ വറുക്കണമെന്ന് നോക്കാം. ഇത്രേ വേണ്ടുള്ളൂ. നമുക്ക് ദാഫായി കൊടുക്കാം. നല്ല ഇത് വെള്ളമൊക്കെ ഒന്ന് വെട്ടി കളർന്ന് മാറി വന്നാൽ മാത്രം മതി. ഇനി അങ്ങനെ കുറച്ചിരുന്നാൽ ശരിയാവും. അപ്പോൾ നമുക്കിനി മറ്റുള്ളതൊക്കെ നോക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചെന്നു. നമുക്ക് കറുവേപ്പില ഇട്ട് കൊടുക്കാം. കറുവേപ്പില ആദ്യം ഇറങ്ങുന്നത്.
പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് അടച്ചു വെക്കുന്നത്. 1 മിനിറ്റ്. ഭയങ്കര പൊട്ടിത്തെറിയാണ്. ഇത്രേ വേണ്ടുള്ളൂ. നമുക്കിത് കോരിയെടുക്കാം, മാറ്റാം. എല്ലാം വറക്കണം. അപ്പോൾ ആദ്യം കറിവേപ്പില ഇട്ട് വറുത്തു. നമുക്ക് കോരി മാറ്റാം. കളറൊന്നും അധികം മാറാൻ പാടില്ല. കറിവേപ്പിൻ്റെ കുറച്ച് അധികം തന്നെ വേണം, കമ്മിയാക്കൊന്നും വേണ്ട. കുറച്ച് അതിൻ്റെ ഇത് അടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വീണ്ടും തുറന്നു കൊടുക്കാം. അടുത്ത് നമ്മുടെ ഉള്ളി ഇടാം. ഉള്ളി നല്ല കളർ മാറി വരണം. കുറച്ച് ഉപ്പ് കൊടുക്കാം. കുറച്ച് പുട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പിട്ടു, ഉള്ളിയിൽ ഉപ്പിട്ടു. പിന്നെ ലാസ്റ്റ് നമുക്ക് നോക്കിയിട്ട് ഇടാം ഉപ്പ്. 2-3 സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലോണം വറവാവട്ടെ. ഉള്ളിയും കറിവേപ്പിൻ്റെ എപ്പോഴും കുറയ്ക്കാൻ പാടില്ല. എപ്പോഴും കുറച്ച് അധികം വേണം. 1/4 കിലോ പറഞ്ഞാൽ 1/4 കിലോ തന്നെ ഉള്ളി വേണം. അത് കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല. അതേമാതിരി കറിവേപ്പിൻ്റെ നിറയെ വേണം. വറവാവട്ടെ ഉള്ളി. അപ്പോൾ നമ്മുടെ ഉള്ളി അങ്ങനെ കളറൊക്കെ മാറി വന്നു. നല്ല കളറ് കറുപ്പ് മാറി ആവാനൊന്നും പാടില്ല. ഒരു മീഡിയം ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഒരു 2 മിനിറ്റ് ആവട്ടെ. ഉള്ളി വറക്കണതാണ് കുറച്ച് താമസം. ഉള്ളി വറക്കാനും ചിക്കൻ വറക്കാനും കുറച്ച് സമയമെടുക്കും. ചിക്കനും കൂടി വേഗമാവും, ഉള്ളി കുറച്ച് മെല്ലെ ആവുള്ളൂ. നമ്മൾ സമയമെടുത്ത് ക്ഷമയോട് കൂടെ തന്നെ വറുത്ത് പോരണം. എണ്ണയിൽ മുങ്ങി കിട്ടണമാതിരി ഉണ്ടാവണം ഉള്ളി. അപ്പോൾ പെട്ടെന്ന് വറവാവും. ഇതാ കണ്ടോ, നല്ല ക്ഷമ വേണം ഈ ഉള്ളി വറക്കാൻ. കുറച്ച് നേരം നിന്നിട്ടൊക്കെ നമുക്ക് വറുത്ത് പോരാം. ഇത്രേ വേണ്ടുള്ളൂ. നമുക്ക് കോരിയെടുക്കാം. ഇനി വല്ലാണ്ടായ കരിഞ്ഞ മാതിരി ആവുള്ളൂ. അപ്പോൾ ഒരു ടേസ്റ്റ് വേറെ ആവുള്ളൂ. നമുക്ക് സിമ്മിലിടെ ഓഫാക്കുക ഒക്കെ ചെയ്യാം. ഇത്രേ പാടൂ. ഇതോ ഞാൻ ഇരുന്നിട്ടൊന്ന് കളർ മാറും. ആദ്യം കറിവേപ്പിൻ്റെ വറുത്തു, പിന്നെ ഉള്ളി വറുത്തു. കറിവേപ്പിൻ്റെ വറക്കാൻ ഈസിയാണ്, ഉള്ളി വറക്കാൻ കുറച്ച് സമയം എടുക്കും. എല്ലാവർക്കും അറിയും,
പുതിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെയാണ് പ്രത്യേകം പറയുന്നത്. അങ്ങനെ നമ്മുടെ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. 2-3 സ്റ്റെപ്പാണ് ഇതിന്. അപ്പോൾ ക്ഷമയോടുകൂടെ ചെയ്യണം. ചെയ്തെടുത്ത് വെച്ചാൽ ഒരാഴ്ച 2 ആഴ്ച എന്നൊരു പ്രശ്നമില്ലാതെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും. ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റും. ഇനി നമുക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. ചിക്കനും വറുത്ത് കോരാം. ചിക്കൻ വല്ലാണ്ട് മുരുന്നനാവാൻ പാടില്ല, ഒരു മീഡിയം വേവേ ആവാൻ പാടുള്ളൂ. പിന്നെ അതിന് ശേഷം ഞാനൊന്ന് പൊടിച്ച ശേഷം ഒന്നും കൂടെ ചൂടാക്കും. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അന്ന് ചിക്കൻ ആവട്ടെ. തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് കോരി മാറ്റാം. നല്ല മുരുക്കനാവരുത്, മീഡിയം ആവാൻ പാടുള്ളൂ. ഒരു പകുതി മുക്കാലും ആവാം. കാശ്മീരി മുളക് പൊടി ഇട്ടുന്ന കളറ് അത് എരിവുണ്ടാവില്ലല്ലോ. പിന്നെ നമ്മളിനി മുളക് പൊടി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അതാട്ടുന്നത്. മുളക്, മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, ഉപ്പ് ആയിട്ട് ചിക്കനാണ്. അപ്പോൾ ആവട്ടെ. ഇതൊന്നൊരു കുറച്ച് ചൂടാറണം. ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം ലൈറ്റാണ്. ഹാഫാക്കാം. 5 മിനിറ്റ് വെച്ച് ചൂടാറിയ ശേഷം പൊടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് നമ്മുടെ സെറ്റാക്കണം ഇതെല്ലാം കൂടെ. ചിക്കൻ പൊടിയുടെ സെറ്റാക്കണ്ടേ, അപ്പോൾ അതെങ്ങനെ ആക്കണത് നമുക്ക് ഇനി സ്റ്റെപ്പ് ഉണ്ട്, അത് നോക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എടുത്ത് വയ്ക്കാനും പറ്റും, ചോറ് കൊണ്ടുപോകാനും, പുറത്ത് കൊണ്ടുപോയി ഈ ഹോസ്റ്റലിലൊക്കെ തങ്ങിയിരിക്കണവർക്ക് അങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിക്കാനും പറ്റും. കേടൊന്നും വരില്ല. 2 ആഴ്ച 1 മാസമൊക്കെ പുറത്ത് വയ്ക്കാം, ഒന്നും പ്രശ്നമില്ല. പിന്നെ വെള്ളമൊന്നും പെടാണ്ട് വെച്ചാൽ മതി. വെള്ളം പെട്ടാലാണ് കേടുവരുള്ളൂ. എന്തും വെള്ളമൊന്നും ആവാണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം എടുത്ത് വെച്ചിട്ട് കഴിക്കാൻ പറ്റും. കൊണ്ടുപോകാനും സ്റ്റോർ ചെയ്ത് വയ്ക്കാനൊക്കെ പറ്റും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് കഴിച്ച് നോക്കണം. പെട്ടെന്ന് കഴിച്ച് തീർക്കാൻ പറ്റും. കുറച്ച് തോന ഉണ്ടാക്കിയാൽ മതി എന്നുള്ളൂ. നമ്മൾ കുറച്ച് കഴിക്കാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കുക, പിന്നെ എടുത്ത് വെക്കണമെങ്കിൽ കുറച്ച് തോന ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇത് ചൂടൊന്ന് 5 മിനിറ്റ് കൊണ്ട് ചൂടാറട്ടെ. ചൂടാറിയിട്ട് വീണ്ടും കാണാം. കണ്ടോ, ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് പതുക്കെ ഒന്ന് മെല്ലെ പിന്നാക്കം അടിക്കാൻ മാത്രമേ പാടുള്ളൂ. ഒരുപാട് നേരിട്ട് അരയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ നമ്മൾ ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം ലൈറ്റാണ്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ആവാൻ പാടുള്ളൂ. വല്ലാണ്ട് അരയാൻ പാടില്ല. ഒരു മെല്ലെ ഒരു സെക്കൻഡും കൂടെ വേണ്ട, അത്രയും വേണ്ട. ഒന്ന് തിരികെ മാത്രമേ വേണ്ടുള്ളൂ. ഇങ്ങനെയാവും. ഇതാ അത്രയും. ഇതാണ് പാകം. കണ്ടോ, വീണ്ടും കാണിച്ചു തരികയാണ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് തുടങ്ങാം.
തട്ടി വെച്ചു. ചിക്കൻ വറുത്ത എണ്ണ 2 സ്പൂൺ, 1 സ്പൂൺ മതി, തോനെ വേണമെന്നില്ല. 1 സ്പൂൺ വെച്ചിട്ടുണ്ട്, കറന്ന് നിൽക്കുകയാണ് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല എരിവാണിത്, വേണം ഇട്ട് കൊടുക്കാം. ഇട്ട ഉടനെ നമ്മുടെ ചിക്കൻ കൊടുക്കാം. ഇപ്പോഴത്തെ ചിക്കൻ കൊടുക്കാം. ചതച്ച മുളകാണ്, ചില്ലി ഫ്ലെക്സ് ആയാലും കുഴപ്പമില്ല. നമ്മുടെ ചിക്കൻ കൊടുത്തു. ചില്ലി ഫ്ലെക്സോ ചതച്ച മുളകാണ്. എത്ര കൂട്ടണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ നല്ല എരിവുണ്ടാവും. അതൊന്നും നമുക്ക് ഇന്ന് എണ്ണയിൽ കൊടുത്തു. അതിനൊപ്പം നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്ത് കൊടുക്കാം. ഇത്തിരി നല്ല പൊടിക്കണമെങ്കിൽ ഇത്തിരി പൊടിക്കാം. ശക്തിക്ക് ഇത്ര മതി, അതുകൊണ്ടാണ് ഇനി കടിക്കാനൊക്കെ കിട്ടുമല്ലോ. ഇതിൻ്റെ വെള്ള കളർ മാറാൻ വേണ്ടിയിട്ടാണ് നിന്ന് മാറ്റി ഒന്നുകൂടി വറക്കണത്. ലൈറ്റ് വെള്ള കളർ കണ്ടോ ചിക്കനില്ല, അതൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. സിമ്മിലിട്ടൊക്കെയാണ്, നെല്ലിട്ട് ഇതാക്കാൻ പാടും. ഒരുപാട് തീയിട്ടിട്ട് വറക്കാൻ പാടില്ല. കളറൊക്കെ മാറി വന്നു. നമുക്ക് നമ്മുടെ ഉള്ളി, തേങ്ങ എല്ലാം ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില, തേങ്ങ, നമുക്ക് വറുത്ത് വെച്ച തേങ്ങയാണ്. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അറിയാത്തവർക്ക് എല്ലാവർക്കും അറിയണ്ടാവും, എന്നാലും പറയാം, ഒന്നും വിചാരിക്കണ്ട എന്ന് പറയുന്നതിന്. അപ്പോൾ ഇത് ഉപ്പൊക്കെ പാകത്തിന് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം, വറുത്ത് വെച്ച ഉള്ളി. അല്ല മുറുക്കനായി ഉള്ളി, മുറുക്കനാവും. അവസാനം വയ്ക്കാൻ മുറുക്കനാവും. നമ്മുടെ ചിക്കൻ പൊടി തയ്യാറായി കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം, കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ ചെറുനാരങ്ങ എടുത്ത് വെച്ചോ, ചെറുനാരങ്ങ ജ്യൂസാണിത്. ചെറിയ ചെറുനാരങ്ങ നല്ല ഒന്ന് ഇറക്കി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഒന്ന് ആഫാക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ കത്തിച്ച് കൊടുക്കാം. അല്ലാണ്ട് പിന്നെ കത്തേണ്ട ആവശ്യമില്ല, എല്ലാം കണ്ട സാധനങ്ങളാണ്. ഒന്ന് ചൂടാവുക മാത്രമേ വേണ്ടുള്ളൂ. ഉപ്പ് നോക്കാം. ഒരു പൊടിക്ക് ഉപ്പ് വേണം. ഉപ്പ് അധികം ആവരുത്. ഒരു പൊടിക്ക് ഉപ്പും ഒരു പൊടിക്ക് ഷുഗറും ചരക്കുണ്ട്. ഒരു 1/4 സ്പൂൺ നമുക്ക് നല്ല മിക്സായി കൊടുക്കാം. ഒന്നുകൂടി കച്ചി വെക്കാം. നമുക്ക് ചൂടാവട്ടെ. ഒന്നുകൂടി സിമ്മിലിടണം. പ്രത്യേകം ശ്രദ്ധിക്കണം. ലാസ്റ്റ് സ്റ്റേജാണിത്. അപ്പോൾ അവസാനത്തെ ഇതിൽ മിക്സിങ് ആക്കി പാകത്തിന് ഉപ്പ്, പാകത്തിന് മുളക്, ചെറുനാരങ്ങ, 1/4 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത്തിരി കൂടി എരിവ് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ എരിവ് ഇടുന്നുണ്ട്. എരിവ് കമ്മിയാണ്. രണ്ടുപേരും ചൂടാവട്ടെ. വേറെ പാത്രം വേണമെങ്കിൽ വറുക്കും ചെയ്യാം, വറുത്തും കൂടി ഇടാം. നമ്മളിനി വീണ്ടും വേറെ പാത്രം വെക്കട്ടെ. അപ്പോൾ നമുക്ക് ഇറക്കി കൊടുക്കാം. സൂപ്പർ മണം, സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചിക്കൻ പൊടിയാണ്.
എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ആ പാട്ടാം. ഇനി ഒന്ന് ചൂടാറട്ടെ. ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊടി അങ്ങനെ ചൂടൊക്കെ ഒരുവിധം ആറി. ഒരു ചെറിയൊരു പണിയും കൂടി ഉണ്ട്. ഈ ചിക്കൻ പൊടി ഇത് ചൂടാറിയ ശേഷം എല്ലാം മിക്സാക്കി ചൂടാറിയ ശേഷം നല്ല പൊടിച്ചോണം കൈ കൊണ്ട്. അങ്ങനെ പൊടിച്ച് വിടണം. നല്ല മിക്സാക്കണം. എത്ര പറ്റുമോ അത്ര ഇങ്ങനെ മിക്സ് ആയി വിടണം. നല്ല ചൂട് നല്ല അറിയിട്ടില്ല, ചൂടുണ്ട്. ഇങ്ങനെ നല്ല മിക്സാക്കണം. ഈ കറുവേപ്പിലൊക്കെ ഇത് പൊട്ടിങ്ങനെ പൊടിയായി വേണം. നല്ല പൊടിക്കണം, ഇങ്ങനെ തിരുമ്പി പൊടിക്കണം. ഈ ഒരു പണിയും കൂടി ചെയ്യണം. നല്ല തിരുമ്പി പൊടിച്ച് മിക്സാക്കണം. ഇവർ ചൂട് നല്ല ആറിയിട്ടില്ല, നല്ല ഇങ്ങനെ പൊടിക്കുമ്പോൾ ചൂടുണ്ട്. ഇല്ലേ കറിവേപ്പിലേക്ക് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടാവാം. അങ്ങനെയും വേണം ചെയ്യുക. നമുക്കിങ്ങനെ നല്ല പൊടിച്ച് കൊടുക്കണം. അതെന്തായാലും ചെയ്യണം ലാസ്റ്റ്. അപ്പോഴാണ് എല്ലാം ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് എല്ലാവരും പിടിച്ചിട്ട് ഒന്ന് യോജിക്കാൻ വേണ്ടി ഉള്ളിയിലും ഒക്കെ ഒന്ന് പിടിച്ചിട്ട് യോജിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല മിക്സാക്കണം. നല്ല പൊടിച്ച് മിക്സാക്കിയിട്ട് നമുക്ക് നമ്മുടെ ഉള്ളി ഏതാ ചിക്കൻ ഏതാ അറിയാത്ത മാതിരി നമുക്ക് ഇങ്ങനെ പാത്രത്തിലാക്കിയിട്ട് ഒന്നും കളയാനൊന്നുമില്ല. ഒക്കെ അങ്ങനെ കുഴച്ച് കഴിക്കുക. ചോറിലോ ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, ചോറിൽ, ചപ്പാത്തിക്ക് എന്തിനു വേണമെങ്കിൽ കൂട്ടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്.